ഹായ് ഗൈസ്, എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട് സാംസങ്ങിൻ്റെ ഡിവൈസസിൽ നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് സെറ്റിങ്സ് മാറ്റേണ്ടി വരും. അപ്പോൾ ആ സെറ്റിങ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 1 to 2 hours സ്ക്രീൻ ഓൺ ടൈം അധികം കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണുക. പിന്നെ ഈ സെറ്റിങ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സാംസങ് ഡിവൈസസിൽ. എന്നിട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക നിങ്ങളുടെ സ്ക്രീൻ ഓൺ ടൈം കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സെറ്റിങ്സ് മാറ്റാനുള്ളത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോവുക. സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ആപ്സിൽ പോവുക. ആപ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസും കാണാൻ പറ്റും. പിന്നെ സാംസങ്ങിൻ്റെ ആപ്ലിക്കേഷൻസും കാണാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആപ്ലിക്കേഷൻസിന് നമുക്ക് മൊബൈൽ ഡാറ്റ അലൗ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഡാറ്റ അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ ബാക്ക്ഗ്രൗണ്ടിൽ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ അനുസരിച്ച് നമ്മുടെ മൊബൈൽ ഡാറ്റയും ചിലവാകും. അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഞാൻ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രമാണ് കാണിക്കുന്നത്. ക്രോമിൽ പോവുക. ക്രോമിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് വരിക. മൊബൈൽ ഡാറ്റ ഉണ്ടാവും. മൊബൈൽ ഡാറ്റയിൽ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് ഇത് ഓഫാക്കിയിട്ട് ഓക്കെ. അങ്ങനെ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഗാലക്സി തീംസ് ഒക്കെ നമ്മുടെ മൊബൈൽ ഡാറ്റ ബാക്ക്ഗ്രൗണ്ടിൽ കൺസ്യൂം ചെയ്യും. അതേമാതിരി ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാകും. അപ്പോൾ അതും ഓഫാക്കിയിടുക. അങ്ങനെ ഓരോരോ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫാക്കിയിടുക. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുള്ളൂ നിങ്ങളുടെ ഫോണിൽ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആപ്ലിക്കേഷൻസിലൊക്കെ മൊബൈൽ ഡാറ്റ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ഓഫാക്കിയിടുക ഓക്കെ. അടുത്ത സെറ്റിങ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ റിസ്ട്രിക്റ്റ് ചെയ്യണം. ഇപ്പോൾ റിസ്ട്രിക്റ്റ് എങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ റിസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് റിസ്ട്രിക്റ്റ് ചെയ്യുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററിയിൽ പോവുക. അപ്പോൾ ബാറ്ററിയിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് ഉണ്ടാവുമല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലസിൻ്റെ സൈൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻസ് മാത്രം ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്ലിക്കേഷൻസിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ എല്ലാ ആപ്ലിക്കേഷൻസും സെലക്ട് ചെയ്യണം. കണ്ടില്ലേ, എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ സെലക്ട് ചെയ്യണം. ക്രോം ഇരുന്നോട്ടെ, പിന്നെ ഫയൽസ്, ഗാലക്സി തീംസ്, ജിമെയിൽ ഇരുന്നോട്ടെ, പിന്നെ ഗൂഗിൾ ഇരുന്നോട്ടെ, പ്ലേ സ്റ്റോർ വേണ്ട, പിന്നെ ജിപേ ഇരുന്നോട്ടെ, ഇൻസ്റ്റഗ്രാം വേണ്ട. പിന്നെ അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും മാക്സിമം എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ഇട്ട് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻസ് മാത്രം ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിൽ ഇടണ്ട. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നിങ്ങൾ സാധാരണ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യില്ല. റൺ ചെയ്യാത്തതുകൊണ്ട് എന്താ ഉണ്ടാവുക, നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാവില്ല. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്സാപ്പാണ്. ഇപ്പോൾ ഞാൻ വാട്സാപ്പ് ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്ലിക്കേഷൻസിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് ആരൊക്കെ മെസ്സേജ് അയച്ചിരിക്കുന്നത്, എന്തൊക്കെ നോട്ടിഫിക്കേഷൻ, അതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വാട്സാപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു നോട്ടിഫിക്കേഷനും ഉണ്ടാവില്ല, ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാം. ഇതുകൊണ്ടും ബാറ്ററി നന്നായിട്ട് സേവ് ആവും. ഒന്നാമത്തെ സെറ്റിങ്സ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഗൂഗിളിൻ്റെയും സാംസങ്ങിൻ്റെയും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം വയ്ക്കുക. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക. ഡിസേബിളും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുക നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ടിപ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് എനിക്ക് ആവശ്യമില്ല, അപ്പോൾ അത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാണ്. അതേമാതിരി സ്മാർട്ട് തിങ്സ് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഓക്കെ. അതേമാതിരി സ്മാർട്ട് സ്വിച്ച് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഡിസേബിൾ ചെയ്യാനേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഡിസേബിളിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഡിസേബിൾ കൊടുക്കുക ഓക്കെ. പിന്നെ ഇതെന്താ, സാംസങ് ഫ്രീ. അപ്പോൾ ഇത് ഡിസേബിൾ നോക്കട്ടെ, ഇവിടെ പോവുക, അതിൽ പോയിട്ട് നമുക്ക് ഡിസേബിളിൻ്റെ ഓപ്ഷൻ ഇല്ല, കണ്ടില്ലേ. അപ്പോൾ ഡിസേബിളിൻ്റെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബാറ്ററിയിൽ പോവുക. ബാറ്ററിയിൽ പോയിട്ട് ഓപ്റ്റിമൈസ്ഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ റിസ്ട്രിക്റ്റഡ് കൊടുക്കുക ഓക്കെ. അങ്ങനെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ റിസ്ട്രിക്റ്റിൽ കൊടുക്കുക. ഇതുകൊണ്ട് എന്താ ഉണ്ടാവുക, നമ്മുടെ ബാറ്ററി നന്നായിട്ട് സേവ് ആവും. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സെറ്റിങ്സ് നോക്കുകയെന്ന് വെച്ചാൽ
നിങ്ങൾ സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സിൽ പോയിട്ട് ഡിസ്പ്ലേയിൽ പോവുക, ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞിട്ട് മോഷൻ സ്മൂത്ത്നെസ് ഉണ്ടാവും. മോഷൻ സ്മൂത്ത്നെസ്സിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിൽ ഹൈ ആവും വെച്ചിട്ടുണ്ടാവുക. ഈ 120 Hz റിഫ്രഷ് റേറ്റിൽ നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ബാറ്ററി കൺസ്യൂം ആവും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സാംസങ് ഗാലക്സി S22 അല്ലെങ്കിൽ S21 FE അങ്ങനത്തെ ഫോണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് സ്റ്റാൻഡിൽ വെക്കാവും കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ പറയേണ്ടാവും എത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനാണോ എത്രയും വില കൊടുത്ത് മേടിച്ചിരിക്കണമെന്ന്. അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല സ്മൂത്തിൽ ഡിസ്പ്ലേ വേണോ അതോ കുറച്ച് നല്ല ബാറ്ററി ബാക്കപ്പ് വേണമെന്ന്. പിന്നെ ഈ സ്റ്റാൻഡേർഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി 120 Hz റിഫ്രഷ് റേറ്റാണ് എത്ര കാലമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡിൽ വെച്ചൊരു 3-4 ദിവസം പിടിക്കും ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് എന്താണ് അത്ര വലിയ വ്യത്യാസം അറിയില്ല. നിങ്ങൾ യൂസ്ഡ് ആവും. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 60 Hz റിഫ്രഷ് റേറ്റിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക നിങ്ങളുടെ ഡിവൈസിലത്തെ ബാറ്ററി ലൈഫ് ഭയങ്കര കുറവാണെങ്കിൽ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത സെറ്റിങ്സ് നോക്കാമെന്ന് വെച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ക്വിക്ക് ഷെയർ കോൺടാക്ട്സ് ഓൺലി ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക, നോ വൺ എന്ന് കൊടുക്കുക. അതേമാതിരി പിന്നെയും താഴത്തേക്ക് വരിക. ലൊക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓണാക്കി വയ്ക്കുക. പിന്നെ അതേമാതിരി ബ്ലൂടൂത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓണാക്കി വയ്ക്കുക. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ ബാറ്ററി നന്നായിട്ട് കൺസ്യൂം. നമുക്ക് ഒരു 1% ആണെങ്കിലും അത് കൺസപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഓഫാക്കി വയ്ക്കുക. പിന്നെ വേറൊരു ഓപ്ഷൻ്റെ നിയർ ബൈ ഷെയർ, അത് പോയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിസിബിൾ ടു നിയർ ബൈ അത് ഓഫാക്കി വയ്ക്കുക, ഡൺ കൊടുക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് നിയർ ബൈ ഷെയർ ഓണാക്കി വയ്ക്കുക. അതേമാതിരി ഇവിടെ പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ മിസ്സിങ് ആണ്. അപ്പോൾ ആ ഓപ്ഷൻസ് നമുക്ക് ഇവിടേക്ക് ഒന്ന് കൊണ്ടുപോയി ഇവിടെ പെൻസിൽ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഡിറ്റിൽ പോവുക. എഡിറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ സിങ്കിൻ്റെ ഓപ്ഷൻ കാണാനുണ്ടല്ലോ, നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കുക. എന്നിട്ട് ബാക്ക് വരിക. ഒന്നുകൂടി നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സിങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ സിങ്കിൻ്റെ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഫോർ എക്സാമ്പിൾ ജിമെയിൽ വരികയാണെങ്കിലും ഇല്ലെങ്കിൽ വാട്സാപ്പ് വരികയാണെങ്കിലും അതൊക്കെ സിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട. അപ്പോൾ ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ദിസ് വിൽ റെഡ്യൂസ് ഡാറ്റ യൂസേജ് ആൻഡ് കൺസേർവ് ബാറ്ററി ലൈഫ് ബട്ട് യു നീഡ് ടു സിങ്ക് അക്കൗണ്ട്സ് മാനുവലി ടു കളക്ട് ദ മോസ്റ്റ് റീസെൻറ്റ് ഇൻഫർമേഷൻ. വൈൽ ദിസ് ഇസ് ഓഫ് യു വോണ്ട് റിസീവ് നോട്ടിഫിക്കേഷൻ അബൌട്ട് അപ്ഡേറ്റ്സ്. ഓക്കെ, നമുക്ക് മാനുവലി പോയിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സിങ്കിലെ ഓപ്ഷൻ നമ്മൾ ഓഫാക്കി ഇടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വലിയ ഇമെയിൽ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ജിമെയിലിൽ പോയിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഇമെയിലൊക്കെ വരും. ഇനി അടുത്ത സെറ്റിങ്സ് മാറ്റാനുള്ളത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഉണ്ടാവും, അത് ഓഫാക്കിയിടാവും കുറച്ചുകൂടി നല്ലത്. ബിക്കോസ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ആവും. അതേമാതിരി നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഡിക്രീസ് ആവും. പിന്നെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതൊന്ന് ഇൻക്രീസ് ആവും, ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് ഡിക്രീസ് ആവും. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സെൻസർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്ടാവുക, നമുക്ക് ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓഫ് ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് കുറച്ച് ഹാഫ് ബ്രൈറ്റ്നസ്സിലിട്ടിട്ട് പോവുക. വീടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ബ്രൈറ്റ്നസ്സിലിടുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മീൻസ് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ സെൻസർ വർക്ക് ചെയ്യില്ല, അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്സിൻ്റെ സെൻസർ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടും നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ് കുറയും. അതേമാതിരി നമുക്ക് സ്ക്രീൻ ടൈം ഔട്ട് കുറേ പേര് ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ചിലർ 1 മിനിറ്റ് 2 മിനിറ്റ് ചിലർ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഒരു മാക്സിമം ഒരു 30 സെക്കൻഡ്സിൽ വയ്ക്കുക, മിനിമം ഒരു 50 സെക്കൻഡ്സിൽ വയ്ക്കുക. ഞാൻ 50 സെക്കൻഡ്സിലാണ് വയ്ക്കാറ്. പിന്നെ കീപ് സ്ക്രീൻ ഓൺ വൈൽ വ്യൂവിങ് ഇത് ഓഫാക്കിയിട്ട്, ഇത് ആവശ്യമില്ലാത്ത ഫീച്ചറാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുക ഞങ്ങളുടെ ഫോണിൽ. അടുത്ത സെറ്റിങ്സ് മാറ്റാനുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ലൊക്കേഷൻ സർവീസസ് ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ്ങും നിങ്ങളുടെ ഫോണിൽ ഓൺ ആയിരിക്കും. അത് ആദ്യം പോയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനിങ്ങും കുറയും. സെറ്റിങ്സ് മാറ്റാനുള്ളത് അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് കണക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ NFC ആൻഡ് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ വെച്ചാൽ ഓൺ ആക്കിയിടുക, അല്ലെങ്കിൽ ഇത് വെറുതെ ഓൺ ആക്കിയിടേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും. അത് കഴിഞ്ഞിട്ട് മോർ കണക്ഷൻ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിയർ
ബൈ ഡിവൈസ് സ്കാനിങ് ഡോം അത് ഓഫാക്കിയിടുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുക നിങ്ങളുടെ ഡിവൈസിൽ. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, നിങ്ങളുടെ ഫോണിൽ നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫാക്കിയിടുക. ബിക്കോസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങൾ ഓൺ ആക്കിയിടുകയെന്ന് വെച്ചാൽ 1 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് കുറവാകും കിട്ടുക. അപ്പോൾ അത് ഓഫാക്കിയിടുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു കുറച്ച് സെറ്റിങ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സാംസങ് ഫോൺസിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഫോൺ ഡിവൈസിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.